ഇപ്പൊ ഇങ്ങനെ വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങും. എഴുന്നേക്കാനും പറയണ്ട, പഠിക്കാനും പറയണ്ട. ഇതൊക്കെ കണ്ടിട്ട് നീ കൊറേ കാലം ആയിക്കോണല്ലോ. അടിച്ചു കേക്ക് ഞാൻ കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങടി അടിക്കേ നീ തന്നെ ഇരുന്ന് തിന്നട പട്ടി. പഠിച്ച് 3 തവണ റിവിഷൻ കഴിഞ്ഞു. ഇനി പഠിക്കാൻ ഇവിടെ ബുക്കൊന്നും ഇല്ലാത്തോണ്ട് കൊച്ചിന്റെ മലയാള പാഠാവലി പഠിക്കാൻ പോവാ. പഠിച്ചില്ലല്ലേ? അറിയാലോ. ഇതൊന്നും ലിഫ്റ്റ് കേട്ടാൻ പറ്റില്ല. മാറ്റങ്ങട് കാല് എടാ ദളപതി എടാ ഒന്ന് എണീറ്റടാ. എടാ ഒന്ന് എഴുന്നേക്കാൻ. എന്താ നോക്കിക്കണേ പട്ടി എടുത്തോണ്ട് വേണാണ്ട് വായി നോക്കി കടിക്കാനും പിടിക്കാനും കിട്ടാൻ എടുത്തോണ്ട് ഓടിക്കാം. ഈശ്വര, പഠിച്ചതൊന്നും ഓർമ്മ വരുന്നു. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ജയിച്ചോളട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇപ്പോഴെ കുഞ്ഞപ്പന്റെ കയ്യേറത്തപ്പോ കട്ട ചോരയ മോത്ത് തെറിച്ചത്. അത്രയ്ക്കും വരില്ലല്ലോ ഒരു ഇതെന്നതാടാ, മലയോ? അല്ല, ഷൂവാ. ഷൂ. ഒരു ഷൂ. പ്ലീസ് കം ഓൺ. നമസ്കാരം. അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? കിറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി ഞാൻ പെർഫെക്റ്റ്. ഓക്കേ. നന്നി മുന്നി മുത്തി തേരി മുത്തി മക്യാ ഹേ ആസ്തപൊത്തി ചപ്പാക്കൊത്ത ആലോപിശിഷ മോനാക്. അത് എത്ര അളവിൽ പൊട്ടുന്നോ, എങ്ങനെ പൊട്ടുന്നോ, എന്ത് സംഭവിക്കുന്നോ എനിക്കൊരു നിശ്ചയമില്ല. ഇതില് ജയിച്ചാ ജയിച്ചു, തോറ്റാ നിന്റെ അപ്പൻ വിശ്വസിച്ചു. ഇതൊക്കെ എന്താണ് പ്രാഞ്ചി ജയവും തോൽവിയും? ആപേക്ഷികമാണത്. ജയിച്ചെന്ന് നമ്മൾ കരുതുന്നവർ യഥാർത്ഥത്തിൽ ജയിച്ചവരാണോ? അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്, ഒരു വമ്പൻ ട്വിസ്റ്റ്.